നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPM വൻ പൊട്ടിത്തെറിയുടെ വൻ പ്രതിസന്ധിയുടെ വക്കിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് CPMനകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പിലുണ്ടാകുക CPMന് നാണം കെട്ട തോൽവി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബൂത്ത് തലം മുതൽ ബ്രാഞ്ച് തലം മുതൽ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിയിലുമെല്ലാം സംസ്ഥാന സമിതിയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകന യോഗങ്ങൾ ചേരുകയുണ്ടായി. ഈ യോഗങ്ങളിലെല്ലാം തന്നെ CPMൻ്റെ പ്രവർത്തകരും അണികളും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും, അതായത് CPMൻ്റെ മുഖ്യമന്ത്രിയായി 10 വർഷക്കാലം കേരളം ഭരിച്ച പിണറായി വിജയനെതിരെയും CPMനെ ഇപ്പോൾ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെയും CPM അണികളുടെയും പ്രവർത്തകരുടെയും രോഷം അണമുറിഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് ആ യോഗങ്ങളിലെല്ലാം കണ്ടത്. പാറശാലയിൽ നിന്നും ഒരു വേള പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണം എന്ന് തന്നെയല്ല, പിണറായി വിജയൻ MLA സ്ഥാനം കൂടി രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം എന്ന് തന്നെയാണ് CPMൻ്റെ അണികളെല്ലാവരും ആവശ്യപ്പെട്ടത്. ഈ പാറശാല ജില്ലാ കമ്മിറ്റി തന്നെയാണ് പിണറായി വിജയനെ കാരണഭൂതനായി വാഴ്ത്തിക്കൊണ്ട് ലോകമെങ്ങും ശോഭിച്ചിടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ വാഴ്ത്തുപാട്ട് നടത്തിയ തിരുവാതിര അവതരിപ്പിക്കുന്നതിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഓടി നടന്നത്. അങ്ങനെ വാഴ്ത്തിപ്പാടിയ ആളുകൾ തന്നെ ആ നാവ് കൊണ്ട് തന്നെ പിണറായി വിജയൻ MLA സ്ഥാനം വരെ രാജിവെച്ച് വീട്ടിൽ പോയി നിൽക്കണം, നിങ്ങളാണ് ഈ പാർട്ടിയുടെ അന്തകൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. എന്തായാലും എല്ലാ പാർട്ടി യോഗങ്ങളിലും പിണറായി വിജയനെതിരെയും MV ഗോവിന്ദനെതിരെയും അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത്. അത്തരം വലിയ പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നു പോകുന്നത്. കേവലം 35 സീറ്റിലേക്ക് ഒതുങ്ങിയ CPM നിയമസഭയിൽ പോലും ശുഷ്കമായ അംഗസംഖ്യയോടുകൂടി ഭരണപക്ഷത്തെ നേരിടാനാവാതെ വിഷമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരുണത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ CPMൽ മറ്റൊരു പൊട്ടിത്തെറി കൂടി ഉണ്ടാകുന്നത്. തിരുവനന്തപുരം മേയറായിരുന്ന, MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയാണ് ഇപ്പോൾ പുതിയ വിഷയവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കുന്നതിന് വേണ്ടി V ജോയി എന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, CPMൻ്റെ സെക്രട്ടറി ആയിരുന്ന ജോയി താൽക്കാലികമായി ആ ചുമതല A റഹീം എന്ന MP കൈമാറുകയായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും V ശിവൻകുട്ടിയെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം ചേർന്ന്, CPMൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം ചേർന്ന് വീണ്ടും തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി സ്ഥാനം V ജോയിക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇതിലാണ് ശിവൻകുട്ടിക്ക് കലിപ്പിളകിയത്. അതായത് V ജോയി നിലവിൽ MLA ആണ്. നിയമസഭയിൽ ശുഷ്കമായ അംഗങ്ങൾ മാത്രമാണ് CPMനുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്, CPMനുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നിയമസഭയിലെ പോരാട്ടത്തിനായിരിക്കണം ജോയി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയുടെ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കാം, തനിക്ക് അതിൽ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ തിരുവനന്തപുരം മേയറായിരുന്ന, മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, MLA ആയിരുന്ന ശിവൻകുട്ടി പാർട്ടിയെ അറിയിച്ചിരുന്നത്. എന്നാൽ ശിവൻകുട്ടിയുടെ ആ ആവശ്യത്തോട് തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ഘടകങ്ങളൊന്നും തന്നെ അനുഭാവപൂർണമായ ഒരു നടപടി കൈക്കൊണ്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള മുതിർന്ന നേതാവും CPMൻ്റെ മുൻ മന്ത്രിയുമായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള പല നേതാക്കളും ശിവൻകുട്ടിയുടെ താല്പര്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ശിവൻകുട്ടി തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പുതിയ സെക്രട്ടറിയായി വരണം എന്ന് അവരെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവർ നേരിട്ടും ശിവൻകുട്ടിയെ ഇത് അറിയിച്ചിരുന്നതാണ്. ശിവൻകുട്ടിയും CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഇതറിയിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി തനിക്ക് ഇരിക്കണം എന്നുള്ള താല്പര്യമുണ്ട്, ആ പദത്തിൽ തനിക്കിരുന്ന് പാർട്ടിക്ക് വേണ്ടി വലിയ സേവനങ്ങൾ ചെയ്യണം എന്ന് ശിവൻകുട്ടിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശിവൻകുട്ടിയുടെ സേവനം ഇനി പാർട്ടിക്ക് വേണ്ട എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ജില്ലാ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ശിവൻകുട്ടിയുടെ സേവനം പാർട്ടിക്ക് ഇനി ആവശ്യമില്ല എന്നൊരു സന്ദേശമാണ് സംസ്ഥാന സമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ CPMലുള്ള സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം ശിവൻകുട്ടിക്ക് നൽകിയ സന്ദേശം. ശിവൻകുട്ടിക്ക് പ്രായാധിക്യം കൊണ്ടും അദ്ദേഹത്തിന് മറ്റ് ചില അസുഖങ്ങൾ കൊണ്ടും ശാരീരികമായി വലിയ വൈയായികളുണ്ട്. അതുകൊണ്ട് V ജോയിയെ പോലുള്ള ആരോഗ്യമുള്ള, ശിവൻകുട്ടിയേക്കാൾ ചെറുപ്പമായ ആളുകൾ പാർട്ടിയെ ജില്ലയിൽ നയിക്കട്ടെ എന്ന തീരുമാനമായിരുന്നു CPMൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ തീരുമാനിച്ചത്. ആ തീരുമാനത്തെ തുടർന്നാണ് V ജോയിക്ക് തന്നെ ആ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തത്. ഇതിൽ ശിവൻകുട്ടി കലിപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇന്നലെ നടന്ന ആ യോഗത്തിൽ നിന്നും ശിവൻകുട്ടി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഇനി എന്നെ ഒന്നിനും നോക്കണ്ട,
അതായത് തിരുവനന്തപുരം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം നൽകാതെ മറ്റ് അതിൽ കുറഞ്ഞ യാതൊരു കോംപ്രമൈസിനും താനില്ല, തനിക്ക് ആ പദവി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്നിനും തന്നെ വിളിക്കേണ്ടതില്ല എന്ന് ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും CPM-ൻ്റെ സംസ്ഥാന നേതൃത്വം അക്ഷരാർത്ഥത്തിൽ CPM-ൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPM 8 നിലയിൽ പൊട്ടിയതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നു. അതുകൂടാതെയാണ് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും എയറിൽ നിർത്തി അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിക്കുന്ന തരത്തിൽ അവർക്കെതിരെ ശരമാരികൾ പോലെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഓരോരോ ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ MV ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയെ മാറും. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം തനിക്ക് വേണം എന്നുള്ള നിലപാടിൽ ശിവൻകുട്ടി ഉറച്ചു നിൽക്കുമ്പോൾ പിണറായി വിജയൻ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് വരുന്നു, MV ഗോവിന്ദൻ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലസ്ഥാന നഗരിയിൽ പോലും CPM-ന് കെട്ടുറപ്പില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും എങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസം നേടി വീണ്ടും CPM അധികാരത്തിൽ വരിക എന്നുള്ളൊരു ചോദ്യം കൂടി പാർട്ടിയിൽ അവശേഷിക്കുന്നു. ഇത് തന്നെയാണ് പാർട്ടി അണികളെയും പ്രവർത്തകരെയും എല്ലാം പ്രകോപിപ്പിക്കുന്നതും അവരുടെ പ്രതീക്ഷ അറ്റുപോകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന രീതിയായി ഇത് മാറുന്നതും. എന്തായിരിക്കും ഈ കാര്യത്തിൽ ഇനി നടക്കുക? ശിവൻകുട്ടിയെ വീണ്ടും V ജോയിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ശിവൻകുട്ടിയെ ജില്ലാ സെക്രട്ടറിയായി പ്രഖ്യാപിക്കുമോ അവരോധിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.